അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. എന്താ മരണം? 29 നോമ്പും നോറ്റ്, ചെറിയ പെരുന്നാളിൻ്റെ പുതുവസ്ത്രവും ധരിച്ച്, പെരുന്നാൾ നിസ്കാരവും നിർവഹിച്ച്, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖുതുബയും നിർവഹിച്ച്, അതിനുശേഷം വികാരഭരിതനായി അത്യുജ്വലമായ പ്രസംഗവും നടത്തി പടച്ച റബ്ബിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പെരുന്നാളിന് ഖുതുബ നിർവഹിക്കുന്നതിനിടയിൽ ഇമാം മൗലവി അബ്ദുൽ ഷുക്കൂർ കാസിമി ഉസ്താദ് കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണം ഹൈറാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാത്ത മരണം. കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് സങ്കടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് തന്നെ പറയേണ്ടി വരും. ആരും കൊതിക്കുന്ന മരണം. നല്ലൊരു ദിവസം, നല്ലൊരു മാസം, നോമ്പും അനുഷ്ഠിച്ച് പെരുന്നാൾ നിസ്കാരവും നിർവഹിച്ച് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി യാത്രയായ ഈ മഹാഭാഗ്യവാന്റെ കൂടെ നാളെ ഞങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ ആമീൻ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മൾ ഒരുപാട് ദിവസം കടന്നു പോകും. പക്ഷേ അതിലൊരു ദിവസം നിന്റെ മരണമാകുന്നു. അത് നല്ലൊരു ദിവസവും നല്ലൊരു സമയവുമാകുക എന്നത് ഏതൊരു സത്യവിശ്വാസിയുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. അതാണ് ഇവിടെ സഫലമായിരിക്കുന്നത്. പടച്ച റബ്ബ് നമുക്ക് നല്ലത് മാത്രമേ തരികയുള്ളൂ. ഒരു സങ്കടത്തിന് ഒരു സന്തോഷമുണ്ടാകും. കയറ്റത്തിൽ ഇറക്കമെന്നതുപോലെ ഒരു സന്തോഷത്തിലായിക്കോട്ടെ സങ്കടവുമുണ്ട്. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്, ഇടതും വലതും പോലെ. അതൊക്കെ പടച്ച റബ്ബിൻ്റെ ഖലാഅാണ്. ചിലത് നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയ ഗുണകാര്യങ്ങളായിരിക്കും. അവിടെയാണ് നമ്മുടെ ഈമാൻ നിശ്ചയിക്കപ്പെടുന്നത്. ഈ റമദാനിൽ തന്നെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. 29 നോമ്പും നോറ്റ്, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത്, പെരുന്നാളും ആഘോഷിച്ച്, ഇന്ന് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താ അല്ലേ മരണം? അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ നമ്മുടെ ഈ മരണ വാർത്ത കേട്ടിട്ട് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട് മെസ്സേജിലൂടെ. നമ്മൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ചിലപ്പോൾ പറഞ്ഞ തന്നെ വീണ്ടും പറഞ്ഞു പോകാം. എന്നുവെച്ചാൽ മരണവിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സങ്കടത്താൽ ചിലപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു പോകാം. ഇതൊരു സംസാര വിഷയമാണ്, ക്ഷമിക്കുക. തൃക്കടീരിക്കടുത്ത് ആറ്റശ്ശേരിയിലെ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി ജുമാ മസ്ജിദിലെ ഇമാം മൗലവി അബ്ദുൽ ഷുക്കൂർ കാസിമിയാണ് ഇതുപോലെ മരണപ്പെട്ടത്. 54 വയസ്സാണ് പ്രായം. ജനപ്രവാഹമായിരുന്നു മയ്യത്ത് നിസ്കരിക്കാൻ. അവസാനമായി പ്രസംഗിച്ച അത്യുജ്വലമായ പ്രഭാഷണം നേരിനൊപ്പമായിരുന്നു, മനുഷ്യ സ്നേഹത്തോടൊപ്പമായിരുന്നു. ആനുകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ചും സമുദായത്തിന്റെ ഐക്യത്തിന്റെ ആവശ്യതയെപ്പറ്റിയും സഹോദര്യ സ്നേഹത്തെക്കുറിച്ചും അവസാനമായി വികാരഭരിതനായി സംസാരിക്കുന്നതിനിടെ അബ്ദുൽ ഷുക്കൂർ കാസിമി ഉസ്താദ് കുഴഞ്ഞു വീണത്. ഉടനെ തന്നെ പള്ളിയിലുള്ളവരൊക്കെ കൂടി പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ച റബ്ബിലേക്ക് മടങ്ങി. പ്രഗത്ഭ പണ്ഡിതനായ മൗലവി അബ്ദുൽ ഷുക്കൂർ ഉസ്താദ് ഈ ദുനിയാവിൽ നിന്നും പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഇദ്ദേഹത്തിന് ഭാര്യയും ഒരു മകനുമാണുള്ളത്. അവർക്ക് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ ആമീൻ. അങ്ങനെ 29 നോമ്പും നോറ്റ് മരണപ്പെട്ടവർ ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാവരുടെയും ഖബർ പടച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ദിവസം, നല്ലൊരു മാസം, ആരും കൊതിക്കുന്ന ഒരു മാസമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി ആനപ്പട്ടത്ത് റഫീഖ് 51 വയസ്സ് മരണപ്പെട്ടിരിക്കുന്നത് പെരുന്നാളിൻ്റെ മാസം കണ്ട ആ ഒരു ദിവസം. അന്ന് രാത്രി ഇറച്ചി വെട്ടുകാരനായിരുന്നു. ആ ഒരു തിരക്കിനിടയിൽ, ഇറച്ചി വെട്ടുന്നതിനിടയിൽ അബദ്ധത്തിൽ കത്തി വഴുതി തുടയിലേക്ക് തറച്ചു കയറുകയും രക്തം വാർന്നൊലിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് മരണപ്പെട്ടത്. ഈ ഒരു വിവരം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ടുമുണ്ട്. പിന്നെ വേറെ വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ടായിരുന്നു.
ഒരു കുഞ്ഞു മോൻ്റെ മരണമുണ്ടായിരുന്നു. ഏറെ വേദനയോടെയാണ് ഈ വാർത്ത നമ്മൾ നോക്കിക്കണ്ടത്. 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ പടച്ച റബ്ബേ നീ തന്നെ നോക്കണേ റബ്ബേ. ആരംഭപ്പൂവായ നബിത്തങ്ങൾ പറഞ്ഞിരുന്നു, ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ അത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള എളുപ്പ വഴി തുറന്നു കിട്ടുകയാണെന്ന്. പടച്ച റബ്ബ് ആ മോൻ്റെ കൂടെ ആ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പാലക്കാട് ജില്ല നാട്ടുകൽ കൊടക്കാടിലെ 2 വയസ്സുകാരൻ ഹിലാലാണ് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മെനഞ്ഞാന്ന് വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത്. എല്ലാവരും തിക്കും തിരക്കിലുമായിരിക്കുന്ന ആ സമയം, മാസം കണ്ട സമയമാണ് അബദ്ധത്തിലുണ്ടായ മരണം, അപകട മരണം. പൊതുവാച്ചോല ഹക്കീമിൻ്റെയും നാലകത്ത് ഹഫ്സത്തിൻ്റെയും പുന്നാര പൊന്നുമോൻ മെനഞ്ഞാന്ന് വൈകുന്നേരം വീടിനടുത്തുള്ള കോറയിലെ വെള്ളത്തിൽ മുങ്ങിയാണ് പൊന്നുമോൻ മരണപ്പെട്ടു പോയത്. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ പോയിരിക്കുന്നത് പടച്ച റബ്ബിലേക്കാണ്. ക്ഷമിക്കുക, സഹിക്കുക. ക്ഷമിച്ചും സഹിച്ചും ജീവിതം മുന്നോട്ട് പോവുക. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളും ദുആ ചെയ്യാം. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ, പൊന്നു മോനാണ് റബ്ബേ. ആ പൊന്നുമോൻക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നല്ലൊരു ദിവസം, നല്ലൊരു മാസമാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു റമദാനിൻ്റെ എല്ലാ പുണ്യവും അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഷുക്കൂർ കാസിമി ഉസ്താദ് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അവരുടെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരോടൊപ്പം നാളെ നമ്മളെയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you.